ഇതെങ്ങനെയാണ് ഓതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് നൂൻ 3 അലിഫിന്റെ ഖദറാണ് കിട്ടുക. രണ്ടാമത്തത് ഖാഫ് സ്വാദ് ത്വാഹ കാഫ് ഹാ യാ ഐൻ സ്വാദ്. അവിടെ നിന്ന് മണിക്കാൻ കാരണം ഐൻ സ്വാദ് പറയാൻ കാരണം ഐൻ നൂനില്ലേ, നൂന് ശേഷം സ്വാദ് എന്നെന്താ വിധി? ഇഖ്ഫ. അപ്പോൾ അവിടെ മറിച്ച് മണിക്കണ്ടേ? അപ്പൊ ഐൻ ഐൻ സ്വാദ് എന്ന് ഓതാതെ ഐൻ സ്വാദ്. അടുത്തത് ത്വാസീൻ ഹാമീം. അവിടെ ചില ആൾക്കാർ എന്തോതും? ഹാമീം എന്നോതും. ശരിയാണോ? അവിടെ ശബ്ദമുണ്ടോ? ഇല്ല. ഹാമീം. യാസീൻ അലിഫ് ലാം മീം. അലിഫ് ലാം റാ. ഹാമീം ഐൻ സീൻ ഖാഫ്. അവിടെ ഐൻ എന്നുള്ള സാക്കിന നൂന് ശേഷം സീൻ. സീൻ വന്നാൽ എന്താണ്? ഇഖ്ഫ അല്ലേ? അപ്പൊ അവിടെ മറച്ചു മണിച്ചു. പിന്നെ സീൻ എന്നുള്ള നൂനിന് ശേഷം ഖാഫ് എന്ന സാക്കിന നൂനിന് ശേഷം ഖാഫ് വന്നാലും ഇഖ്ഫ, അവിടെ മറച്ചു മണിച്ചു. അതുകൊണ്ടാണ് ഐൻ സീൻ ഖാഫ് എന്ന് ഓതാതെ ഐൻ സീൻ ഖാഫ് എന്നോതിയത്. ഇനി അടുത്തത് അലിഫ് ലാം മീം സ്വാദ്. അവിടെ മീം സ്വാദ് എന്ന് മണിക്കോ? ഇല്ല. സാക്കിന മീമിന് ശേഷം സ്വാദ് വന്നാൽ ഇൽഹാറാണ്.